സാധാരണ പോലെ മലയാളമാണ്, സാധാരണ പോലെ ബൈബിൾ റെഫറൻസ് ആയിരിക്കുകയില്ല. 3 നിബന്ധനകളുണ്ട്. ഒന്ന്, എല്ലാവരും ബൈബിൾ എടുക്കണം. രണ്ടാമത്, ആൻസർ ലഭിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് അത് പറയണം. അതിനുശേഷം അത് വായിച്ച് കേൾപ്പിക്കണം. ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന ആൾക്ക് സമ്മാനമുണ്ട്. 2ാം സ്ഥാനക്കാർക്കും സമ്മാനമുണ്ട്. എല്ലാവരും റെഡിയായോ? സങ്കീർത്തനത്തിൽ നിന്ന് മാത്രമാണ് ഈ പ്രോഗ്രാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇത് കണ്ടുപിടിക്കേണ്ടത്, ഞാനൊരു അധ്യായം പറയും. ആ അധ്യായത്തിൽ ഉള്ള, അതായത് 2ഓ 3ഓ വാക്യങ്ങൾ സെയിം ആയിരിക്കും. ആ വാക്യങ്ങൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് കണ്ടുപിടിച്ചിട്ട് വാക്യങ്ങൾ പറയണം. അതിനുശേഷം അത് വായിച്ച് കേൾപ്പിക്കണം. എല്ലാവർക്കും മനസ്സിലായോ? ഞാനൊരു അധ്യായം പറയും. ആ അധ്യായത്തിൽ ഒരു പക്ഷേ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 3 ആയിരിക്കാം. വാക്യങ്ങൾ സെയിം ആയിരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിച്ച ശേഷം പറയണം. എഴുന്നേറ്റ് നിന്നാലേ ഉള്ളൂ, അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് വായിക്കരുത്, കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ ചോദ്യം, സങ്കീർത്തനം 80. എഴുന്നേറ്റ് നിന്ന് ഏതൊക്കെ വാക്യങ്ങളാണ് എന്ന് ഏതൊക്കെ വാക്യങ്ങളാണെന്ന് പറയണം. അതിനുശേഷം അത് വായിക്കണം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഏതൊക്കെ വാക്യങ്ങളാണെന്ന് പറയണം. ഓക്കെ. ഓക്കെ, ഇനി വായിച്ചു. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ജെൻസി. ഓക്കെ, രണ്ടാമത്തേത് സങ്കീർത്തനം 67. ഓക്കെ, വായിച്ചു, പറഞ്ഞു. ഓക്കെ, ഇനി സങ്കീർത്തനം 107. 107. Yeah. ഓക്കെ, ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ജോൺ എഴുതി. ഓക്കെ, അടുത്ത സങ്കീർത്തനം 8. 8. ആരാ വായിച്ചേ? ഓക്കെ, അടുത്തത് സങ്കീർത്തനം 116. 116. ഏതൊക്കെയായിരുന്നു പറഞ്ഞേ? 4 സെയിം ആണോ? ഓക്കെ, 14 and 18. 14 and 18 ആണോ? അല്ല, ഇനി ഒരവസരങ്ങളുണ്ട്. 14 and 19 ആയിരുന്നു ഇംഗ്ലീഷിൽ. ഓക്കെ, ഞാൻ ആക്ച്വലി ഞാൻ പിന്നെ സമ്മതിച്ചെന്നേ ഉള്ളൂ. മലയാളമാണ് ഞാൻ നടത്തുന്നതെന്ന് ആദ്യം പറഞ്ഞു. നിങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ. കാരണം ബൈബിൾ റെഫറൻസ് ഇംഗ്ലീഷ് വേറെ ഉണ്ട് പ്രോഗ്രാം നമുക്ക്. ഞാൻ മലയാളത്തിൽ നിന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അത് നീനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി സങ്കീർത്തനം 24. ഓക്കെ, ഷേബ. ഓക്കെ, സങ്കീർത്തനം 62.
ഓക്കെ. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു ഇതിലേക്ക് കിടക്കുകയാണ്. ഒരു സങ്കീർത്തനം സെയിം ആയിട്ട് തന്നെ മറ്റൊരു സങ്കീർത്തനത്തിനകത്തുണ്ട്. അത് ആദ്യത്തേത് ഞാൻ പറയും, രണ്ടാമത്തേത് ഞാനൊരു ക്ലൂ തരും, നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സെയിം ആയിട്ട് തന്നെ സങ്കീർത്തനം 14. ഓക്കെ, സിമി. ഇനി അടുത്തത് സങ്കീർത്തനം 70 മറ്റൊരു സങ്കീർത്തനത്തിൻ്റെ ഇടയ്ക്കുണ്ട്. സങ്കീർത്തനം 70 മറ്റൊരു സങ്കീർത്തനത്തിന് അല്ല, സങ്കീർത്തനം അല്ല. ഞാൻ അതിൻ്റെ ക്ലൂ തരാമെന്ന് പറഞ്ഞു. സങ്കീർത്തനം 40-ൻ്റേതും 42-ൻ്റെ ഇടയ്ക്കത്തെ വാക്യങ്ങളാണ്. ഇല്ല, 41 ഒരു അധ്യായത്തിൻ്റെ ഇടയ്ക്കുണ്ട്. 40-നും 40-നും വെറും 2 അധ്യായം നിങ്ങൾ നോക്കിയാൽ മതി. സങ്കീർത്തനം 40-ൻ്റെ അല്ല, ഞാൻ പറഞ്ഞത് സങ്കീർത്തനം 70 മുഴുവനുണ്ട്. 17 ഇവർ രണ്ടുപേരും പറഞ്ഞു. അത് എന്താ ചെയ്യണ്ടേ? ഓക്കെ, ആദ്യം സിമിയെ പറഞ്ഞു. ഓക്കെ, അടുത്തത് സങ്കീർത്തനം 108-ൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യം സെയിം ആയിട്ട് മറ്റൊരു സങ്കീർത്തനത്തിലുണ്ട്. സങ്കീർത്തനം 108-ൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അത് സങ്കീർത്തനം 56-നും 58-നും ഇടയ്ക്കുള്ള അധ്യായത്തിലുണ്ട്. 56, 57, 58 3 അധ്യായം നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ സങ്കീർത്തനം 108-ൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അതേപോലെ തന്നെ. 56, 57, 58 സിമി ഒന്ന് പോയിന്റ് നോക്കാമോ? എത്രയുണ്ട് ജെൻസിക്ക്? 2. അപ്പോൾ കിട്ടിയല്ലോ. ഓക്കെ, എല്ലാവരും വിശന്നിരിക്കുക ആയതുകൊണ്ട് ഞാൻ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് സിസ്റ്റർ സിമിയാണ്. 2-ാം സ്ഥാനം സിസ്റ്റർ ജെൻസിയാണ്. 2 ഉണ്ട് ജെൻസി ആൻഡ് ഷേബ. ഓ, ജെൻസി. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഒരു മത്സരമുണ്ട്. 2-ാം സ്ഥാനത്തിന് വേണ്ടി. സോറി, 2 സമ്മാനമേ ഉള്ളൂ. ജെൻസിക്കും ഷേബയ്ക്കും വേണ്ടി മാത്രമാണ്. ഞാനൊരു വാക്യം വായിക്കും. അത് ഏത് അധ്യായത്തിലാണെന്ന് പറയണം. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. സങ്കീർത്തനം 30-നും 35-നും ഇടയ്ക്കാണ്. സങ്കീർത്തനം 30-നും 32-നും ഇടയ്ക്ക്. ഓക്കെ. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. സങ്കീർത്തനം 30-നും 32-നും ഇടയ്ക്കുള്ള ഒരേ ഒരു വാക്യമാണ് ഏതോ ഒരു അധ്യായത്തിൽ. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ ഓക്കെ ജെൻസി. അതിൻ്റെ 1-ാം സമ്മാനം നേടിയത് സിസ്റ്റർ സിമിയാണ്. സിമിക്ക് സമ്മാനം കൊടുക്കുവാനായിട്ട് ഒ.പി. ബാബു പാസ്റ്ററെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, 2-ാം സ്ഥാനം നേടിയത് സിസ്റ്റർ ജെൻസിയാണ്. ജെൻസിക്ക് സമ്മാനം നൽകുവാനായിട്ട് ഡാനിയൽ പാസ്റ്റർ മുമ്പോട്ട് ക്ഷണിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.